എങ്ങനെ എനിക്ക് ഫ്ലുവൻസി നേടിയെടുക്കാം, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ പദങ്ങളൊക്കെ ചേർത്ത് പറയാനും ഗ്രാമർ ലെസനുകളൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. ഫ്ലുവൻസി എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. Hi friends, this is Hashim. Ever since I started teaching English, I get this question. How can I achieve fluency? How can I attain fluency? This sort of question. So today, dear friends, I'm going to share some of the techniques which I use to attain fluency. Dear friends, ഈ ഫ്ലുവൻസിയെ പറ്റി എങ്ങനെ എനിക്ക് ഫ്ലുവൻസി നേടിയെടുക്കാം, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ ഫ്ലുവൻസി പദങ്ങളൊക്കെ ചേർത്ത് പറയാനും ഗ്രാമർ ലെസനുകളൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. ഫ്ലുവൻസി എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഫ്ലുവൻസി അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് വളരെ ലളിതമാണ്. നെവർ അഫ്രൈഡ് ടു ഫെയിൽ എന്നുള്ളതാണ്. പരാജയപ്പെടാനായിട്ട് ഒരിക്കലും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നാച്ചുറലി വി ആർ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. നമ്മളൊരു പുതിയ ഭാഷയാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ട് പുതിയ പദങ്ങൾ, പുതിയ ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ, അങ്ങനെ വൈവിധ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വളരെയേറെ നല്ല ശ്രദ്ധ കൊടുത്ത് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലുവൻസി അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, തോൽക്കാനായിട്ട് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. നെവർ അഫ്രൈഡ് ടു ഫെയിൽ. Naturally, we are attempting a new things. We must prepare ourselves in the best form. അതായത് നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 1 തവണയോ 2 തവണയോ 3 തവണയോ 4 തവണയോ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമം ഉപേക്ഷിക്കരുത്. കാരണം പുതിയ ഒരു ഭാഷയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പുതിയ പദപ്രയോഗങ്ങളാണ്, പുതിയ കൺസ്ട്രക്ഷനാണ്. പ്രത്യേകിച്ചും നമ്മൾ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ നാറ്റീവായിട്ട് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ വ്യത്യാസം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം എന്ത് വെച്ചാൽ ഇത് നമ്മുടെ ഭാഷയല്ല, ഒരു വിദേശ ഭാഷയാണ്. പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെ സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാവണം നമ്മുടെ പഠനം. അതായത് തോൽക്കാനായിട്ട് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. തോൽവി എപ്പോഴും സംഭവിക്കാം. എത്ര തവണ തോറ്റു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഞാൻ ഈ ഭാഷ പഠിച്ചെടുത്ത് അടങ്ങും എന്നുള്ള വളരെ നല്ല ഒരു ഇൻറ്റൻസിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. 1 തവണ പരാജയപ്പെടുമ്പോഴോ 2 തവണ പരാജയപ്പെടുമ്പോഴോ 3 തവണ പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ 100 തവണ പരാജയപ്പെടുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇംഗ്ലീഷ്. നമുക്കറിയാം, നല്ലൊരു തൊഴിൽ മേഖല, ജോലി, ഇൻ്റർവ്യൂസ്, എല്ലാ സന്ദർഭങ്ങളിലും ഇംഗ്ലീഷ് പലപ്പോഴും നമുക്കൊരു കീറാമുട്ടിയായി വരാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്നോട് ഒരുപാട് ആൾക്കാർ, എൻ്റെ പഠിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വലിയ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ വലിയ തൊഴിൽ മേഖലയിൽ വലിയ പുരോഗതി നേടിയെടുക്കാനായിട്ട് കഴിയുമായിരുന്നു എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്ലുവൻസിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഇതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, പുതിയ എന്തൊരു കാര്യവും നമ്മൾ പഠിക്കാനായി ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ മാനസികമായിട്ട് തോൽക്കാനായിട്ട് ചമ്മാനുമായിട്ട് നമ്മൾ തയ്യാറെടുത്തിരിക്കുക എന്നുള്ളതാണ്. സോ നെവർ അഫ്രൈഡ് ടു ഫെയിൽ. പിന്നെ പ്രത്യേകിച്ചും ഇതിലെന്താണ് പരാജയപ്പെടുമ്പോൾ ഇത്ര ചമ്മൽ വരാൻ എന്താണ് കാരണം? നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നിപ്പോകുമോ എന്നുള്ള വിചാരം, അങ്ങനെയൊന്നും കരുതേണ്ടതായിട്ടില്ല. ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരാജയപ്പെടും. ഇപ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ നോക്കും, ഭാഷ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. ആ തെറ്റുകൾ വരുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ തിരുത്താറാണ്. അവരാരും അതുകൊണ്ട് ഭാഷാ പഠനം ഉപേക്ഷിക്കുന്നതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ 2 തവണയോ 3 തവണയോ 4 തവണയോ ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോൾ തന്നെ നമ്മൾ ഭാഷാ പഠനം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നു. So always you have to feel, always you have to take a strong decision that never ever afraid to fail. You know, in my life, anything as I attempted, I was always willing to fail. ഞാൻ എല്ലായ്പ്പോഴും പരാജയപ്പെടാൻ റെഡിയായിരുന്നു. We cannot do perfectly if you do once or twice or 3 times or 4 times. 3 തവണയോ 4 തവണയോ 5 തവണയോ ചെയ്ത് ഒരു കാര്യത്തിൽ 100% പെർഫെക്റ്റ് ആവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. That's impossible if you attempt anything. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരുന്ന ഏതൊരു വൈദഗ്ധ്യവും നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ 1 തവണ കൊണ്ടോ അല്ലെങ്കിൽ 2 തവണ കൊണ്ടോ 3 തവണ കൊണ്ടോ 4 തവണ കൊണ്ടോ ചെയ്യാനായിട്ട് സാധിക്കില്ല. If you saw someone, they are speaking
a fluent language, it is not a result of one day exercise. It is not a result of 2 months or 3 months. ഒരാളെ നിങ്ങൾ കാണുകയാണ്, അയാൾ നല്ലൊരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുകയാണ്, സ്വാഭാവികമായിട്ടും അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന ആ വൈഭവം എന്നുള്ളത് ഒരു ദിവസത്തിൻ്റെയോ 2 ദിവസത്തിൻ്റെയോ 3 ദിവസത്തിൻ്റെയോ റിസൾട്ട് അല്ല. He has spent, or he or she has spent long hours, a lot of pain she had or he had gone through. അദ്ദേഹം അവരെ പോയിട്ടുണ്ട്. സോ നമ്മളും ആ ഒരു ഘട്ടത്തിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. യൂട്യൂബിലും അതുപോലെ തന്നെ പുറത്തൊക്കെയുള്ള ഒത്തിരി പ്രോഗ്രാംസ്, പ്രത്യേകിച്ചും ഫ്ലുവൻസി ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന ഒരു വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ അവർ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാം എന്ന് പറയുകയും എങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സംസാരിക്കാം, എങ്ങനെ പച്ചവെള്ളം പോലെ സംസാരിക്കാം, എങ്ങനെ ഒഴുക്കോടെ കൂടെ സംസാരിക്കാം എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവർക്ക് പലപ്പോഴും അവർ തന്നെ അതിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക സാമ്പിൾ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പോലും വൈദഗ്ധ്യമില്ലാത്തവരാണ്. സോ എവറിബഡി ക്യാൻ സ്പീക്ക് അബൌട്ട് ലാംഗ്വേജ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പ്രവണത. ഇപ്പോൾ നമ്മൾ കാണുന്ന യൂട്യൂബർമാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെ പഠിക്കാം, ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഉണ്ടാക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. എവറിബഡി ഈസ് ട്രൈയിങ് ഫോർ ദാറ്റ്. ഒരു സംശയവുമില്ല, നിസ്സംശയം ഒരു കാര്യം പറയാം, എല്ലാവരും അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവർ ആൾക്കാർ ചമ്മൽ കൊണ്ടോ സമയം കിട്ടാത്തതുകൊണ്ടോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ശ്രമിക്കാതിരിക്കുന്നതാണ്. അല്ലാതെ അവരുടെ ഉള്ളിലും നല്ല ഭാഷ സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് തന്നെയാണുള്ളത്. ഇത്തിരി അസൂയയോടൊക്കെയാണ് ചിലപ്പോഴും കാണുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. സോ ഇഫ് യു റിയലി വാണ്ട് ടു അറ്റൈൻ ഫ്ലുവൻസി, ദിസ് പോയിന്റ് യു മസ്റ്റ് റിമെമ്പർ, യു മസ്റ്റ് ബി അഫ്രൈഡ് ടു ഫെയിൽ. തോൽക്കാനായിട്ട് നിങ്ങൾ റെഡിയാകണം, ചമ്മാനായിട്ട് റെഡിയാകണം. യു മസ്റ്റ് നോട്ട് അഫ്രൈഡ് ടു ഫെയിൽ. തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരാജയപ്പെടുന്നില്ല. ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും പുതിയ ഭാഷ പഠിക്കാനായി ശ്രമിക്കുമ്പോൾ പരാജയത്തെ നിങ്ങൾ ഇത്രയേറെ ഭയക്കുന്നത് എന്താണ്? നമ്മൾ ഏതൊരു ഭാഷ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. സോ മറ്റുള്ളവരുടെ കളിയാക്കലോ മറ്റുള്ളവർ നമ്മളോട് പറയുന്നോ ചമ്മി നിൽക്കാതെ തോൽക്കാനായിട്ട് ഉറച്ച ഒരു മനസ്സുണ്ടെങ്കിൽ നാച്ചുറലി ഐ തിങ്ക് ദാറ്റ് യു ക്യാൻ ഗെയിൻ എ ലോട്ട് ഓഫ് പോസിറ്റീവ് റിസൾട്ട്. സോ അതുകൊണ്ട് ഭാഷ പഠനത്തിൽ നിങ്ങൾ തോൽക്കാനായിട്ട് അല്ലെങ്കിൽ ചമ്മാനായിട്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ വരുന്ന ഒരു 15 days 20 days ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആർ റിയലി പാഷനേറ്റ് യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നിങ്ങൾ വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാക്കാനായിട്ട് കഴിയും. താല്പര്യമാണ് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ പെയിൻ, അതിൻ്റെ വേദന കുറക്കുന്നത്. ഇഫ് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട് ദാറ്റ്, നാച്ചുറലി ഐ തിങ്ക് ദാറ്റ് ദ റിസൾട്ട്സ് വിൽ ബി ഹൈ ആൻഡ് ദ ഡാമേജ് ഓർ വാട്ട് വി ക്യാൻ കോൾ ഇറ്റ് the effort, the pain which you go through when you doing this process, that will be minimum. അതാണ് ഒന്നാമത്തെ പോയിന്റ്, നെവർ അഫ്രൈഡ് ടു ഫെയിൽ. ഇത് ജീവിതത്തിൽ മറ്റുള്ള കേസുകളിലും ബാധകമാണ്. പുതുതായിട്ട് എന്തൊരു വൈദഗ്ധ്യമാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും you have to feel that I am attempting a new things, naturally I'm willing to fail. I'm a newborn baby, I'm like a newborn baby, so I must fail. I will fail once or twice, 3 times, 100 times, I don't care, I will try my best. This must be our attitude. The second point ഇതിൽ പ്രസക്തമായത് എന്നുള്ളത് ഇമാജിനേഷൻ ആണ്. ഏതൊരു വൈദഗ്ധ്യവും ഏതൊരു പ്രത്യേകിച്ചും ഭാഷാ വൈദഗ്ധ്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ അടിസ്ഥാന പോയിന്റ് ഇമാജിനേഷന്, അതായത് നിങ്ങൾ ഭാവനയിൽ സങ്കല്പിക്കുക എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇമാജിനേഷൻ ഈസ് എവറിത്തിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, വിശ്വപ്രസിദ്ധനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കൊട്ടേഷനാണിത്. ഇമാജിനേഷൻ ഈസ് എവറിത്തിങ്. എല്ലാം നമ്മുടെ സങ്കല്പമാണ്. നമുക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് കഴിയില്ല. സോ നാച്ചുറലി വി മസ്റ്റ് ഇമാജിൻ അവർ സെൽഫ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ഇതിലും ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നല്ല പോലെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയുമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയാത്തതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഏതൊരു കാര്യത്തിലാണോ ഏതൊരു വലിയ കാര്യമാണോ നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ naturally we must imagine. Imagination is the most beautiful things. You know, our mind is one of the highly sophisticated organ. We can imagine anything. എന്ത് വേണമെങ്കിലും നമുക്ക് സ്വപ്നത്തിലോ അല്ലെങ്കിൽ ഇമാജിനേഷനോ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു പ്രായോഗിക ജീവിതത്തിലോ ഒരു റിയൽ ലൈഫിൽ സംഭവിക്കുന്ന മാതിരി മറ്റുള്ളവരോട് സംസാരിക്കുന്ന മാതിരി ഇത് നമ്മുടെ പ്രാക്ടീസിനപ്പുറത്ത്
പല ആൾക്കാരും ഭാഷ സ്വന്തമായിട്ടും ഗ്രൂപ്പായിട്ടും മറ്റുള്ള സ്ഥാപനങ്ങളിലും പല രീതിയിൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ ഇമാജിനേഷനായിട്ട് സങ്കല്പത്തിൽ കൊണ്ടുവരാനായിട്ട്, അതായത് നമ്മൾ ഒരു ദിവസം 20 minutes to half an hour 1 hour as you wish, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുറച്ച് സമയം നമ്മുടെ ഏതൊരു വൈദഗ്ധ്യവും നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇമാജിനേഷൻ്റെ സങ്കല്പത്തിൻ്റെ ലോകത്ത് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന മാതിരി, നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന മാതിരി, ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന മാതിരി, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ നിങ്ങളുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുകയും മറ്റുള്ളവരോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നൊക്കെ മാതിരി തന്നെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയും അതുപോലെ തന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ യു ക്യാൻ മേക്ക് അമേസിംഗ് പ്രോഗ്രസ് നാച്ചുറലി. അപ്പോൾ ഇമാജിനേഷൻ എന്നുള്ളത് ഭാഷാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സോ ഐ വുഡ് ലൈക്ക് ടു റാപ്പ് അപ്പ് ദിസ് വീഡിയോ. There are 2 things you got to remember if you really want to attain fluency. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, you must remember that you never ever afraid to fail. If you're learning a language, you have to go through the tough time. You have to fail. You have to make a lot of grammatical errors. That's natural. There is nothing new in it. There is nothing serious in it. Especially if you are learning a language, a second language. That means if you have already a mother tongue, I would like to say, or I say that you have a right to commit mistakes. You have a right to make mistake. നിങ്ങൾക്ക് തെറ്റുകൾ വരുത്താനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കാതിരിക്കാം. Second thing is spend a couple of minutes or couple of hours for the imagination. സങ്കല്പത്തിന് നിങ്ങൾ കുറച്ചുകൂടി സമയം കൊടുക്കുക. So every day when you practice, when you learn, when you try to learn, listening audios, watching videos, whole bunch of things you carry out. I know that. നിങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ശ്രമങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്യുക. ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ ഞാനിത് ചെയ്യും. അതിനുവേണ്ടി ഒരു ഡെഡിക്കേഷൻ രൂപേണ, ഒരു മെഡിറ്റേഷൻ രൂപേണ നിങ്ങളുടെ ശ്രമങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് യു എൻജോയ് ദിസ് വീഡിയോ. പഠനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ്, ടെക്സ്റ്റ്, ഓഡിയോസ് തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് ഈ ചാനൽ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്